ഞാൻ അടുത്ത വേർഡ് പറയാൻ പോവാണേ, എഴുതിക്കോ. ടോർട്ടോയ്സ്. എന്താ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞ എന്താ? ടോർട്ടോയ്സ് എന്ന് പറഞ്ഞ ആമ. അച്ഛാ, ഈ ആമവാദം എന്ന് പറഞ്ഞ എന്താ? ആമവാദം എന്ന് പറഞ്ഞാല് ഒരു അസുഖമാണ്. ഈ സന്ധികളിലൊക്കെ വേദന വരുന്നൊരു അസുഖത്തിന് പറയുന്ന പേരാണ് ആമവാദം. ഈ ആമയെ പോലെ കുഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ആമവാദം എന്ന് പറയുന്നേ. അങ്ങനെ ചിലപ്പോ തോന്നാം. ഈ പലരും അങ്ങനെ പറയുന്നുണ്ട്, ഈ ആമയെ പോലെ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ വളരെ പതുക്കെ പേഷ്യന്റിന് നടക്കാൻ പറ്റും ഈ സന്ധികളിൽ നീരുവേദന വരുമ്പോഴേ. അതുകൊണ്ടാണ് ആമവാദം എന്ന് പറയുന്നത്. പക്ഷെ അല്ല, ആമവാദം എന്ന് പറയാൻ കാര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ അവസ്ഥയാണ് ഈ ആമം എന്ന് പറയുന്നത്. ആമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിനും ഒക്കെ ദഹിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ അതിനെ വിഘടിപ്പിച്ച് കളയാൻ പറ്റാത്ത രീതിയിലുള്ള ചില കോമ്പൗണ്ടുകൾ, ചില കെമിക്കൽ കോമ്പൗണ്ടുകളോ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളോ അതും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ശരീരത്തിന് നമ്മളെ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും. അതായത് ശരീരം എന്തെങ്കിലും നമ്മുടെ ശരീരകോശങ്ങളെ തന്നെ തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെതിരെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കി വിടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയ്ക്ക് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന പേരാണ് ആമം. ആമം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. അതുപോലെ അതൊരു വാതരോഗം പോലെ അത് പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് ഒരുപാട് ഡീജനറേറ്റീവ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ, അതായത് ഈ മൂവ്മെന്റിനെ ബാധിക്കും, ശരീരത്തിന് നടക്കാനൊക്കെ ഉള്ള മൂവ്മെന്റിനെയൊക്കെ ബാധിക്കുമ്പോൾ അതൊരു വാതരോഗമായിട്ട് കൺസിഡർ ചെയ്യും. സോ ആമം ഉള്ള വാതരോഗമാണ്. ആമവും ഉണ്ട്, അവിടെ വാതരോഗമുണ്ട്, വാതദോഷമുണ്ട്, ആമവും ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ആമവാദം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ആമയെപ്പോലെ ഇരിക്കും, മലയാള വാക്കല്ല. ഈ ആമം എന്ന് പറയുന്ന ഒരു സംസ്കൃത വാക്കാണ്. ആമം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പചിപ്പിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ദഹിപ്പിക്കാത്തത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നിനെ മറ്റൊന്നായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയത്തില്ലേ, ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ട് മാറ്റിയെടുക്കുക. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റാത്തത്, അതായത് നമുക്കിപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഘടനയുള്ള ഒരു മോളിക്യൂളിനെ ചെറിയ ചെറിയ ഘടനകളായിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ ദഹനം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പചനം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ശരീരത്തിൽ അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള തന്മാത്രകളെ ശരീരം വിഘടിപ്പിച്ച് ചിലപ്പോൾ ചെറുതാക്കും. അങ്ങനെ ചെറുതാക്കി ഒക്കെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ചിലതിനെയൊക്കെ പുറന്തള്ളുന്നത്. അങ്ങനെ പുറന്തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള, അതിനെ വിഘടിപ്പിച്ചാൽ മാത്രമേ പുറന്തള്ളാൻ പറ്റൂ. അങ്ങനെ പുറന്തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചില തന്മാത്രകളൊക്കെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കും. അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ എന്ത് പറ്റും? അത് പോയി സന്ധികളിൽ പോയി അടിയും. അങ്ങനെ സന്ധികളിൽ പോയി അടിയുന്ന ഇങ്ങനത്തെ പദാർത്ഥങ്ങൾ അടിയുന്നതിന് ആയുർവേദത്തിൽ പറയുന്ന പേരാണ് ആമം. അപ്പോൾ ആയുർവേദത്തിൽ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആമത്തെ പചിപ്പിച്ച് കളയാനുള്ള മരുന്നുകളുണ്ട്. അങ്ങനത്തെ മരുന്നുകൾ കൊടുക്കും. അങ്ങനെ മരുന്ന് കൊടുത്തിട്ടാണ് ആമത്തെ പചിപ്പിച്ച് കളയാനുള്ള മരുന്നുകളും ആമത്തെ വർദ്ധിപ്പിക്കാതിരിക്കുന്നതിനുള്ള ആഹാര രീതികളും ഒക്കെ ചെയ്തിട്ടാണ് ആയുർവേദത്തിൽ ഈ അസുഖം ഭേദമാക്കുന്നത് കേട്ടോ. അല്ലാതെ ആമയുമായിട്ട് ആമയുമായിട്ട് യാതൊരു ബന്ധവും ആമവാദത്തിനില്ല. മനസ്സിലായോ? ആമയുടെ കൂടെ ആമയെ പോലെ നടക്കുന്നുണ്ടൊന്നുമല്ല ആമവാദം എന്ന് പേര് വന്നത്. അപ്പൊ അധികം സംസാരിച്ച് സമയം കളയണ്ട. അടുത്ത വാക്ക് എഴുതിക്കോ, ക്രൊക്കഡൈൽ. വെറുതെ സമയം കളയാൻ വേണ്ടി ഓരോ ചോദ്യം ചോദിക്കും.